ഹലോ അമിഗോസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പോകാൻ വിചാരിച്ചതല്ല, പെട്ടെന്നാണ് എൻ്റെ തീരുമാനം മാറി പോകാൻ വിചാരിച്ചത്. അപ്പോൾ കളമശ്ശേരി അച്ചായും അമ്മയും ചേച്ചിയും കുഞ്ഞാപ്പും ഏട്ടനും കുഞ്ഞൂട്ടനും പിന്നെ നമ്മുടെ അമ്മയുടെ അമ്മാമ്മയും എല്ലാവരും കൂടി നമ്മൾ നേരെ പോണത് പഴനിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കസിൻ ചേട്ടനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ആദ്യം പോയത് നമ്മൾ ആലുവയിലുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. മണപ്പുറത്തേക്ക് പോയി നന്നായിട്ട് ശിവനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങാറ്. ഞങ്ങൾ ആലുവ റൂട്ടിലേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴും ഇവിടെ കയറിയിട്ടാണ് കേട്ടോ നമ്മുടെ എല്ലാ സ്ഥലത്തേക്കുള്ള യാത്ര തുടക്കം കുറിക്കണത്. അങ്ങനെ നമ്മളിത് അവിടെയൊക്കെ തൊഴുത് പതിയെ വണ്ടി എടുത്ത് നീങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വിശന്നൊക്കെ തുടങ്ങിയായിരുന്നു. നമ്മൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടി കയറി. ഉച്ചയ്ക്ക് ഒരു മണി അടുപ്പിച്ചായപ്പോൾ നമ്മളൊരു നല്ലൊരു പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നിന്നു കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെയും ചേച്ചിയുടെയും വക കുറച്ച് റീൽസ് എടുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങൾ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. എനിക്ക് ചേച്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റീൽ എടുക്കലാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്ത് തിരിച്ച് വണ്ടി കയറാൻ പോയപ്പോഴാണ് നമ്മളവിടെ ഒരു പാമ്പിനെ കണ്ടത്. അത്രയും നേരം തുള്ളി കിടന്ന പാടമാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛന് വഴിപാടുണ്ട്. അതായത് 3 വർഷത്തിന് ശേഷം അച്ഛൻ മുടി മുണ്ടനം ചെയ്യാൻ പോവാണ് മുരുകൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സങ്കടമൊക്കെ എനിക്കുണ്ട്. എനിക്ക് അച്ഛൻ എപ്പോഴും നല്ല കട്ട താടിയും മുടിയൊക്കെ വളർത്തുന്നതാണ് ഇഷ്ടം. പക്ഷേ വഴിപാടുണ്ട്, അത് കാരണം നമ്മൾ നേർന്നതുകൊണ്ട് നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പഴനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ പഴനിയൊക്കെ എത്താറായപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാടായപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പൊക്കെ ആയി. നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം പഴനിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലൊക്കെ എത്തി. അങ്ങനെ റൂമിൽ നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം തങ്കത്തേര് കാണാൻ കയറണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും കുളിച്ച് റെഡിയായി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെക്കേഷൻ സീസണൊക്കെ ആയ കാരണം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചെറിയ രീതിയിൽ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് പറ്റണ പോലെയൊക്കെ നമ്മൾ നന്നായിട്ട് തൊഴുതു. അങ്ങനെ ഞാനും ഏട്ടനും കുഞ്ഞാപ്പും കുഞ്ഞുണ്ണും എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് നല്ല പ്രാർത്ഥനയിലൊക്കെ കയറുകയാണ് കേട്ടോ. ഈ മലമുകളിൽ എത്തിച്ചെന്നാൽ പിന്നെ ഒരു പ്രത്യേക ഫീലാണല്ലേ. കാരണം എത്ര തിരക്കും ബഹളമൊക്കെ ആണെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഫീലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് വന്നത് കുഞ്ഞൂട്ടന് 1 വയസ്സുള്ളപ്പോൾ മുടി മുണ്ടനം ചെയ്യാൻ വന്നതാണ് കേട്ടോ. അന്ന് തന്നെ അച്ഛനും മുണ്ടനം ചെയ്തായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ തങ്കത്തേരൊക്കെ കാണാനുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മളെല്ലാം കണ്ടു, നല്ല രീതിയിൽ തന്നെ തൊഴുതു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് പായസത്തിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു, പഞ്ചാമൃതമൊക്കെ. പഴനി പോയി കഴിഞ്ഞാൽ അത് നിർബന്ധമാണല്ലോ. അങ്ങനെ നമ്മൾ തിരക്കിൻ്റെ ഇടയിലൊക്കെ നിന്നു. എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ മലമുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. പിന്നെ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മൾ റൂമിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ നമുക്ക് മല കയറാൻ പോകേണ്ടതാണ്. കാരണം ഇന്നാണ് നമ്മൾ അച്ഛൻ്റെ മുടി മുണ്ടനം ചെയ്യാൻ പോണത്. അപ്പോൾ അച്ഛനും ചെറിയ രീതിയിലുള്ള സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ നേർന്ന് കഴിഞ്ഞാൽ അത് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ വൃത്തി ഒരു 4-4:30 ആയപ്പോഴേക്കും എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മുരുകനെ കാണാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എങ്ങടെ പോണേ, അച്ഛൻ്റെ മുടി കളയണ്ടേ. അപ്പോൾ നേരെ നമ്മൾ അവിടെയുള്ള ദേവസ്വത്തിൻ്റെ തന്നെ മുടി മുണ്ടനം ചെയ്യുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ വെളുപ്പിനെ പോണത്. അപ്പോൾ വെളുപ്പിന് 4:30 ആയിട്ടുണ്ടെങ്കിൽ വെളുപ്പിനായെങ്കിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒന്നാമത് പിന്നെ വെക്കേഷൻ സീസണൊക്കെ ആയ കാരണം പിന്നെ പറയുകയും വേണ്ട. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പഴനി വന്നിട്ട് ഇത്രയും തിരക്കുണ്ടായത് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ മുടി മുണ്ടനം ചെയ്യണ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പാവം എൻ്റെ അച്ഛൻ്റെ മുടിയും താടിയും മീശയൊക്കെ കളഞ്ഞു. സത്യം പറഞ്ഞാൽ അച്ഛൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് മുടിയൊക്കെ കളഞ്ഞപ്പോൾ. സത്യം പറഞ്ഞാൽ ആ മുടിയുടെ പച്ചപ്പ് മാത്രമേ ഉണ്ടായുള്ളൂ. അങ്ങനെ നമ്മൾ മലമുകളിലൊക്കെ ചെന്നു, നന്നായിട്ട് തൊഴുതിറങ്ങി. ഇനി നമുക്ക് ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ്, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. ഇന്നലെ ഉണ്ണിയുടെ കൂടെയാണെങ്കിൽ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. അപ്പോൾ നമുക്ക് കുറച്ച് പൊരിയൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എനിക്കൊന്നും പൊരിയൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്ന് നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ റേറ്റ് ഭയങ്കര കുറവാട്ടോ പൊരിക്കൊക്കെ. ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുക, നമ്മുടെ എറണാകുളത്ത് പിന്നെ എല്ലാ സാധനത്തിനും ഒടുക്കത്തെ വിലയാണല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പൊരിയൊക്കെ വളരെ നിസ്സാര പൈസയ്ക്കൊക്കെ കിട്ടി. പിന്നെ അച്ഛൻ്റെ വക കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു, പിള്ളേർക്കുള്ള തോക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ലോഡ്ജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴനിയിൽ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ നമ്മളെടുത്ത ലോഡ്ജ്. കെ ലോഡ്ജ് എന്നാണ്, നല്ല ലോഡ്ജാണ് കേട്ടോ അത്യാവശ്യം. അങ്ങനെ നമ്മൾ പഴനിയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വിട്ടടിച്ച് പോവാണ് കേട്ടോ എറണാകുളത്തേക്ക് തന്നെ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുള്ളൊരു കടയിലേക്കാണ് കേട്ടോ നമ്മൾ കയറിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നേരെ എറണാകുളത്തേക്ക് പോകണം. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ നിർത്തിയാണ് കേട്ടോ പോയത്. പിള്ളേർക്കാണെങ്കിലും നമുക്കാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു ട്രാക്ടറും വണ്ടികളൊക്കെ
പിന്നെ അതിൻ്റെ പൊക്കത്തായി കളി. അങ്ങനെ നമ്മൾ കളമശ്ശേരിയിലെത്തി. കുഞ്ഞുട്ടിന് അവിടെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും കാക്കനാട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വേഗം വരാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.